എന്നെ ലക്ഷ്യമാക്കി എൻ്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോ ചിത്രീകരണത്തിനുമായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്ത സാഹചര്യമുണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണ്. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെപ്പോലും വിചിത്രവും ഉദ്ദേശബോധ്യമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി സെൻസേഷനലൈസ് ചെയ്യുകയും അനാവശ്യ പ്രതികരണങ്ങളും നെഗറ്റിവിറ്റിയും സൃഷ്ടിക്കുകയും അതിനെ മോണിറ്റൈസ് ചെയ്ത് ലാഭമാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ്. ഇത്തരം ചാനലുകൾ എൻ്റെ PR പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഞാൻ വ്യക്തമായി അറിയിക്കുന്നു. പൊതു ഇടങ്ങളിലാണെങ്കിലും പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. യാതൊരു കോഡ് ഓഫ് കണ്ടക്റ്റും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തി ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇത് എൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, എന്നോടൊപ്പമുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമവും കൂടിയാണ്. മനുഷ്യൻ്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവം അപമാനിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഇത്തരത്തിലുള്ള പാപ്പരാസി രീതികൾ തുടർന്നാൽ അത് വ്യക്തമായി സ്റ്റാക്കിംഗ് വയലേഷനും ആയി കണക്കാക്കി ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു. ഫാത്തിമ തെഹ്ലിയ, പേരാമ്പ്രയുടെ MLA, LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണനെ പേരാമ്പ്രയുടെ ബസ് സ്റ്റാൻഡിൽ കുറ്റിയടിച്ച് കെട്ടിയിട്ട യുവത്വത്തിൻ്റെ പ്രതീകം ഫാത്തിമ തെഹ്ലിയയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വലിയ ഒരു അതിഗുരുതരമായ ഒരു പ്രശ്നം സമൂഹത്തിന് മുന്നിൽ അവർ വെക്കുകയാണ്. ഇതിനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് മാത്രവുമല്ല, ഇത് ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ ഫാത്തിമ തെഹ്ലിയെ, പേരാമ്പ്രയുടെ മണ്ണിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയാണെന്ന് പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ഫാത്തിമ തെഹ്ലിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ അറ്റാക്കിൻ്റെ തുടർച്ച കൂടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളകളിൽ പേരാമ്പ്രയിൽ നമ്മൾ കണ്ടു സഖാക്കള്, കലിതുള്ളിയ സഖാക്കള്, ഉറഞ്ഞു തുള്ളിയ സഖാക്കള് അനൗൺസ്മെൻ്റ് നടത്തുന്നതും വീടുകൾ കയറി വർഗീയത പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. തെളിവടക്കം നമ്മൾ കണ്ടു, അല്ലേ? ഹൈന്ദവ വീടുകൾ, ഹൈന്ദവ സഹോദരന്മാരുടെ വീടുകളിൽ കയറി ഇപ്പുറത്ത് മത്സരിക്കുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിമാണ്. ഫാത്തിമ തെഹ്ലിയ ഇവിടെ നിന്ന് വിജയിച്ച് കയറിയാൽ ഹൈന്ദവന് പിന്നെ പേരാമ്പ്രയുടെ മണ്ണിൽ ജീവിക്കാൻ കഴിയില്ലെന്ന സംഘ് പരിവാറിൻ്റെ അതേ വാക്കുകൾ, അതേ ശൈലികൾ, അതേ ആശയങ്ങൾ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്താക്കളായിട്ട് സംഘാക്കളെ മാറുന്ന കാഴ്ച പേരാമ്പ്രയിൽ നമ്മൾ കണ്ടു. ആ പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ LDF കൺവീനർ ആയിട്ട് പോലും പേരാമ്പ്ര നിയോജക മണ്ഡലം വിട്ട് അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത 1-2 മണ്ഡലങ്ങൾ ഞാൻ പറയാം. ഒന്ന് കൊയിലാണ്ടിയാണ്, മറ്റൊന്ന് കുറ്റിയാടിയാണ്, മറ്റൊന്ന് ബാലുശ്ശേരിയാണ്. ഈ 3 മണ്ഡലം വേണ്ട, കോഴിക്കോട് ജില്ലയിലെ 12 നിയോജക മണ്ഡലമുണ്ട്. ഒരൊറ്റ എണ്ണത്തിലേക്ക് പോലും LDFിൻ്റെ കൺവീനർ ആയിരുന്നിട്ട് കൂടി പേരാമ്പ്ര വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയി പ്രചരണം നടത്താൻ പോലും സാധിക്കാത്ത വിധം പേരാമ്പ്ര അങ്ങാടിയിൽ, പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ
ഫാത്തിമ തെഹ്ലിയ ഒരു കുറ്റിയടിച്ച് കെട്ടിയിട്ടു TP രാമകൃഷ്ണനെ. ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന യുവതിയോടുള്ള അക്രമം. ഒരു ഘട്ടത്തിൽ ആദ്യം കുറേ തെറി വിളിച്ചു സോഷ്യൽ മീഡിയയിൽ. ഫാത്തിമ തെഹ്ലിയ വന്നിറങ്ങിയത് മുതൽ ഓരോ നിമിഷവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കമൻറ്റ് ബോക്സുകളിൽ തെറിയായിരുന്നു ആദ്യം. പിന്നീട് അത് സ്ലട്ട് ഷെയ്മിങ്ങുകളായി മാറി. എന്ന് പറഞ്ഞാൽ ലൈംഗിക അധിക്ഷേപങ്ങളായി മാറി. സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ച് മൂലക്കിരുത്താം, അവരുടെ മനോധൈര്യത്തെ തകർത്ത് കളയാം എന്നുള്ള, അവരുടെ ആത്മബലത്തെ മനോവീര്യത്തെ തകർത്ത് കളയാം എന്നുള്ള രീതിയിൽ സ്ലട്ട് ഷെയ്മിങ്ങുകൾ നടത്തി ഫാത്തിമ തെഹ്ലിയക്ക് നേരെ. കേട്ടാലറക്കുന്ന രീതിയിലുള്ള തെറിയഭിഷേകം, ലൈംഗിക അധിക്ഷേപങ്ങൾ വരെ നടത്തി ആ യുവതിയെ. കാരണം എന്താ? പേരാമ്പ്രയിലെ തോൽവി ഫാത്തിമ തെഹ്ലിയയുടെ വരവോടുകൂടി സഖാക്കൾ ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാ. അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് കൗമിലെ കുട്ടിയും ഈ പറയുന്ന വീട് കയറിയുള്ള വർഗീയ പ്രചരണങ്ങളും പേരാമ്പ്രയിൽ നടത്തി. അവിടെയും അവസാനിച്ചില്ല. മെയ് 4 റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോൾ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ കൃമികീടങ്ങളുടെ ആചാര്യൻ 8 നിലയിൽ പൊട്ടി പേരാമ്പ്രയുടെ മണ്ണിൽ. ആ തോൽവിയിൽ പിന്നെ എന്താണ് പരിപാടി? സഖാക്കൾ മൊബൈൽ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ എല്ലാം. ഇപ്പോൾ ഒരാൾ സതുദ്ദേശത്തോടു കൂടി ഒരാളെ എന്തെങ്കിലും ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ എന്തുമാവട്ടെ, ഒരു ജനപ്രതിനിധി അവരുടെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഫേസ് ടു ഫേസ് അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഫേസ് ടു ഫേസ് അഭിമുഖീകരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കൃമികീടങ്ങളെന്ന് പറഞ്ഞാൽ സഖാക്കൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലേറ്റിയ ആഘാതം, ആ അടിയുടെ ആഴം, ആഘാതം അതിപ്പോഴും ഇവരെ വിട്ടുമാറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫാത്തിമ തെഹ്ലിയ ഒരു യുവതിയാണല്ലോ, ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ മാക്സിമം അതിനെ സെക്ഷുവലൈസ് ചെയ്ത് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും? തിരിയുന്നതും മറിയുന്നതും, സൈഡിൽ നിന്നും മറ്റു സൈഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും പിൻഭാഗത്ത് നിന്നും സൂം ചെയ്തും സൂം ചെയ്യാതെയും ഒക്കെ പല രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു സതുദ്ദേശമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവരൊരു പരിപാടിയിൽ പങ്കെടുക്കുക, അവരെ മുന്നിൽ നിന്ന് അവർ മുഖം കാണുന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ അവരെ മുഖം കാണുന്ന രീതിയിൽ. എന്നാൽ സെക്ഷുവലൈസ് ചെയ്ത് വീഡിയോ ചിത്രീകരിച്ച് അതിനെ വിറ്റ് അധിക്ഷേപിച്ച് അവരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തി, കേട്ടാലറക്കുന്ന രീതിയിൽ അവരുടെ എന്താ പറയേണ്ടത്, ഫിസിക്കൽ അപ്പിയറൻസുകളെ പല രീതിയിൽ അധിക്ഷേപിച്ച് വർണ്ണിച്ച് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അധിക്ഷേപിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു തുടർച്ചയാണ്. പേരാമ്പ്രയുടെ മണ്ണിൽ ഫാത്തിമ തെഹ്ലിയ വന്നിറങ്ങിയ ആ നിമിഷം മുതൽ ഫാത്തിമ തെഹ്ലിയ നേരിട്ട അതേ സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെ തുടർച്ച അതിന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു രീതിയിൽ മാത്രം ചെറിയ വ്യത്യാസം. അന്ന് ഫാത്തിമ തെഹ്ലിയ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ വന്ന് പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയായിരുന്നെങ്കിൽ ഇന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ അവർ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ ചെന്ന് ഈ പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പല ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ സൂം ചെയ്ത് സൂം ചെയ്യാതെ ക്ലോസപ്പിൽ വൈഡ് ഷോട്ട് അങ്ങനെ, പക്ഷേ എല്ലാം ഈ പറയുന്ന ഇടത്തു നിന്നും വലത്തു നിന്നും പിൻഭാഗത്ത് നിന്നുമൊക്കെയാണ് ഷൂട്ടിംഗ്. കാരണം എന്താ? അവരൊരു സ്ത്രീയാണ്. ആ സ്ത്രീയെ മാക്സിമം അതിൻ്റെ അങ്ങേയറ്റം കൊത്തി വലിക്കാനുള്ള ശ്രമങ്ങൾ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സലീം കുമാറിൻ്റെ അന്തിമ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയും ഇത്തരത്തിൽ ഒരുപാട് വലിയ രീതിയിൽ ഇത്
എല്ലാം ഓൺലൈൻ മീഡിയ ആണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ഓൺലൈൻ മീഡിയയെ അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അവിടെയും പുഴുക്കുത്തുകളുണ്ട്. ഈ പുഴുക്കുത്തുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാത്തിമ ദഹ്ലിയെ നേരിടുന്നത് ഓൺലൈൻ മീഡിയയുടെ ഭാഗത്തു നിന്നല്ല, ഇത് മീഡിയയുമല്ല, മറിച്ച് നല്ല ഒന്നാം തരം കൃമികീടങ്ങളാണ്, സഖാക്കളായിട്ടുള്ള കൃമികീടങ്ങൾ നടത്തുന്ന അധിക്ഷേപങ്ങളാണ് ഫാത്തിമ ദഹ്ലിയെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അവരൊരു സ്ത്രീയായതിൻ്റെ പേരിൽ അവരുടെ എന്താ പറയേണ്ടത് പല രീതിയിൽ, എനിക്ക് വാക്കുകൾ തന്നെ ഉപയോഗിക്കാൻ പല രീതിയിൽ, നമ്മളൊരു സഹോദരിയായിട്ട് കാണുന്ന വ്യക്തികളല്ലേ, അപ്പോൾ അവരെക്കുറിച്ച് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. ഒരു വാക്കുകൾ ഉപയോഗിക്കാൻ പോലും നമുക്ക് വലിയ വേദന തോന്നുകയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഓരോ ഫ്രെയിമുകളെയും സെക്ഷലൈസ് ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആ യുവതിക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നിയമപരമായിട്ട് വലിയ രീതിയിൽ അടിച്ചമർത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ ഉത്തരവാദിത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിച്ച് ഇതിനെതിരെ കർശന നിയമ നടപടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഒരു ആരാധന തോന്നുന്ന വ്യക്തി വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും. അതിനൊക്കെ ഒരു മാന്യതയില്ലേ, ഒരു മര്യാദയില്ലേ? അതിന് ഇപ്പം നമുക്ക് എത്ര ആരാധന തോന്നിയാലും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ നമ്മുടെ അടുത്ത്, നമ്മുടെ നാട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ എത്തുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് വന്ന് ചോദിക്കുക, നമ്മൾ ഇവരുടെ പിൻഭാഗമാണോ ഷൂട്ട് ചെയ്യുന്നത്? ആണോ? അങ്ങനെയല്ലല്ലോ. നമ്മൾ ആ വ്യക്തിയുടെ ഫേസ് ടു ഫേസ്, ആ വ്യക്തി നമ്മളെ എങ്ങനെയാണോ അഭിമുഖീകരിക്കുന്നത് ആ രീതിയിൽ അത് ഷൂട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നു എന്നുള്ള ഒരു സന്തോഷം, ഒരു ആരാധനയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ പൊതുപ്രവർത്തകരൊക്കെ വരുന്ന ഇടങ്ങളിൽ ചെന്ന് ആ രീതിയിൽ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും നമുക്ക് യാതൊരു രീതിയിൽ ഒന്നും പറയാനില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചിത്രീകരിച്ച് അതിൽ പല രീതിയിലുള്ള കമൻറ്റുകൾ നൽകി, പല രീതിയിൽ അതിലെ അധിക്ഷേപങ്ങൾ നടത്തി, സ്ലട്ട് ഷെയ്മിങ്ങുകൾ നടത്തി ഒരു യുവതിക്ക് നേരെ ഇങ്ങനെ അക്രമം നടത്തുന്നതിനെ യാതൊരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇതിനെതിരെ കർശന നടപടികൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഫാത്തിമ ദഹ്ലിയ പേരാമ്പ്രയുടെ മണ്ണിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ സഖാക്കൾ നടത്തുന്ന അധിക്ഷേപത്തിൻ്റെ, അക്രമത്തിൻ്റെ തുടർച്ച മാത്രമാണിത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് സഖാക്കളുടെ കൈകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.